ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് പുരോഗമിക്കുകയാണ്. 5 ജില്ലകളിൽ നിന്ന് 2 ലക്ഷം പേർ സംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് സംഘാടകരുടെ അവകാശവാദം. ഒരിക്കൽ കൂടി അതിനെയൊക്കെ തന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ സൂചന തരാൻ മുഴുവൻ അയ്യപ്പ ഭക്തരും ഈ മണ്ണിലെത്തുകയാണ്. ഈ പുത്തരിക്കണ്ടം മൈതാനത്തിലെ ഓരോ മണൽത്തരികളും ഈ ചരിത്രം ഓർത്തുവെക്കും. ഇതൊരു വഴിത്തിരിവാണ്. കേരളം ഭാരതത്തിന്റെ ഭാഗമാണെന്ന പ്രഖ്യാപനമാണ്. ഭാരതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് കേരളത്തിന് വേറിട്ടൊരു പോക്കില്ല. കേരളം വേറൊരു രാജ്യമാണ് എന്ന നിലയിൽ പെരുമാറുന്നവര് കേരളം ഭാരതത്തിന്റെ ഭാഗമാണ്. ഭാരതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് കേരളത്തിന് വേറിട്ട് പോകാൻ കഴിയില്ല. ആ സാംസ്കാരിക ധാര തന്നെയാണ് ഇവിടെയും, ആ ആധ്യാത്മിക ധാര തന്നെയാണ് ഈ മണ്ണിലും. അതുകൊണ്ട് ഇതൊരു വിളംബരമാണ്. അധർമ്മികളായ ക്രൂരന്മാരായ ഭരണാധികാരികളുടെ മേൽ 21 വട്ടം പതിച്ച വെൺമഴു, തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന അയ്യപ്പ ഭക്തസംഗമത്തിന്റെ വിശദാംശങ്ങളുമായി KP ശശികലയാണ് അവിടെ സംസാരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി നേതാവ്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ആദ്യം നമ്മളോടൊപ്പം ചേരുന്നു. ഉമേഷ്, സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നായി നാമജപ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ ഘോഷയാത്രയും എല്ലാം ഉണ്ടാകുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എങ്ങനെയാണ് ഇവയെല്ലാം ഇപ്പോൾ പുരോഗമിക്കുന്നത്? മുന്നോട്ട് വെച്ചാൽ പിന്നോട്ടില്ല. ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി വിധി വന്ന ശേഷം കഴിഞ്ഞ 100 ദിവസത്തോളമായി അയ്യപ്പ കർമ്മസമിതി വിവിധ പ്രതിഷേധങ്ങളും നാമജപയജ്ഞങ്ങളുമെല്ലാം നടത്തി വന്നിരുന്നു. അവയ്ക്കെല്ലാം ഒരു അവസാനമാവുകയാണ് ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത്. ശബരിമല നട അടച്ച ദിവസം തന്നെ വലിയൊരു സംഗമം നടത്തി ശക്തി തെളിയിക്കുകയാണ് ഇപ്പോൾ അയ്യപ്പ കർമ്മസമിതി. വിവിധ ജില്ലകളിൽ നിന്ന് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള അയ്യപ്പ കർമ്മസമിതി പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അയ്യപ്പ നാമജപ യാത്രയായി ഇപ്പോൾ പുത്തരിക്കണ്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലെ മ്യൂസിയം, PMG എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന അയ്യപ്പ ഭക്തരുടെ നാമജപ യാത്ര LMS ജംഗ്ഷനിൽ ഒന്നിച്ച ശേഷമാണ് ഈ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തുക. ഈ സംഗമം മാതാ അമൃതാനന്ദമയിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സംഗമത്തിൽ കുളത്തൂർ അദ്വൈത ആശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദ പുരി അധ്യക്ഷത വഹിക്കും. കൂടാതെ വിവിധ സന്യാസി സമൂഹങ്ങളിൽ നിന്നുള്ള സന്യാസി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും പങ്കെടുക്കുന്നുണ്ട്. വലിയൊരു സദസ്സാണ് ഇപ്പോൾ അയ്യപ്പ കർമ്മസമിതിയുടെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഒരുക്കിയിട്ടുള്ളത്. 2 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളതും. വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ എത്തുന്നത്. നേരത്തെ 20 പേർ അയ്യപ്പ കർമ്മസമിതിയുടെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പ്രസംഗിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഭരണപരിഷ്കാര കമ്മീഷൻ അംഗം കൂടിയായ മുൻ ചീഫ് സെക്രട്ടറി CP നായർ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വേദിയിൽ ഏറ്റവും മുന്നിൽ തന്നെ മുൻ DGP TP സെൻകുമാർ, അയ്യപ്പ കർമ്മസമിതി ദേശീയ അധ്യക്ഷൻ ജസ്റ്റിസ് N കുമാർ എന്നിവർ ഇരിപ്പുണ്ട്. കൂടാതെ ശിവഗിരി മഠത്തിൽ നിന്നുള്ള സ്വാമിമാർ അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിലെ സദസ്സിന്റെ ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. എന്തായാലും വലിയൊരു സംഗമം നടത്തി അയ്യപ്പ കർമ്മസമിതിയുടെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്ന ഒരു സമരം, ഇതൊരു ശക്തി പ്രകടനം തന്നെയാണ് ശബരിമല കർമ്മസമിതിയെയും അതോടൊപ്പം തന്നെ അതിന് ശക്തി പകരുന്ന NDAയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ശക്തി പ്രകടനം തന്നെയാണ്. കാരണം CPMന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരമാണെങ്കിൽ അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിരുവനന്തപുരത്തേക്ക് വരൂ എന്നുള്ളതായിരുന്നു. ആ ശക്തി പ്രകടനം എന്നുള്ള രീതിയിൽ തങ്ങളുടെ ശക്തി തെളിയിക്കുക, പ്രത്യേകിച്ച് ശബരിമല നട അടച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ശക്തി തെളിയിക്കുക എന്നുള്ളത് തന്നെയാണോ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം? അങ്ങനെ തന്നെയാണോ ഈ സമ്മേളനത്തെ കാണേണ്ടത്? തീർച്ചയായും കഴിഞ്ഞ നമുക്കറിയാം, ഏകദേശം സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധി വന്ന ശേഷം വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഏകദേശം 7ഓളം ഹർത്താലുകൾ വരെ അയ്യപ്പ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം അയ്യപ്പ കർമ്മസമിതിയിലെ വിവിധ പ്രവർത്തകരടക്കം കേസിൽ പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അവയൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല. അതൊന്നും തങ്ങളുടെ ഇത്തരത്തിലൊരു സമരം ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിനെ ബാധിക്കില്ല
ബാധിക്കില്ല എന്ന് തെളിയിക്കേണ്ടത് അയ്യപ്പ കർമ്മസമിതിയുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അവർക്ക് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംഗമം നടത്തി ഈ ശബരിമല നട അടയ്ക്കുന്നതോടുകൂടി, മണ്ഡലകാലം അവസാനിക്കുന്നതോടുകൂടി തങ്ങളുടെ പ്രതിഷേധങ്ങളോ സമരങ്ങളോ പൂർണ്ണമായി അവസാനിപ്പിക്കേണ്ടതല്ല, തങ്ങൾ സംഗമിക്കേണ്ടതാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സമരം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യവും ഇത്തരത്തിൽ അയ്യപ്പ കർമ്മസമിതി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ കേസുകളടക്കം നിരവധി പേർ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്, നിരവധി പേർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ളവർക്ക് അടക്കം ഇത്തരത്തിൽ കേസുകളും അടക്കം വന്നാൽ പോലും തങ്ങളെ ഇവയൊന്നും ബാധിക്കില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ അയ്യപ്പ കർമ്മസമിതി നേതൃത്വത്തിനുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരമൊരു വലിയ സംഗമം തന്നെ നടത്തുന്നത്. ഉമേഷ് തുടരുക. തിരുവനന്തപുരം പാളയത്തു നിന്നും വിനോദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അയ്യപ്പ കർമ്മസമിതി സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്തസംഗമം പുരോഗമിക്കുകയാണ്. ആ ഭക്തസംഗമത്തിലേക്ക് പാളയത്തു നിന്നുമുള്ള ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. മ്യൂസിയം ഭാഗത്തു നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പാളയം സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ MG റോഡിലൂടെയാണ് കടന്നുപോകുന്നത്. വിവരങ്ങളാണ് വിനോദ് നൽകുന്നത്. വിനോദ്, യാത്ര തുടങ്ങിയോ? എത്രത്തോളം പങ്കാളിത്തമുണ്ട് ഈ യാത്രയിൽ? സുരേഷ്, 5 ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് യാത്രയുടെ മുൻനിരയാണ്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം പേർ ഈ ഘോഷയാത്രയിലും പൊതുസമ്മേളനത്തിലുമായി പങ്കെടുക്കുമെന്നാണ് നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പിൻനിരയിൽ കാണുന്നത് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ജാഥയുടെ ഭാഗമായി വരുന്ന ദൃശ്യങ്ങളാണ്. 2 ലക്ഷത്തിലധികം പേർ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നുള്ളവർ ഈ ജാഥയുടെ ഭാഗമായി എത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 5 ജില്ലകളിൽ നിന്നാണ്. ഏതായാലും അമൃതാനന്ദ വഴിയാണ് ഈ അയ്യപ്പ മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വിവിധ സന്യാസ മഠങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാരും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. BJP ഇതൊരു മഹാറാലിയാക്കി തന്നെ മാറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 5ാം ഘട്ട സമരത്തിന്റെ സമാപനമാണ്. ഇന്ന് നിരാഹാര സമരം BJP അവസാനിപ്പിച്ചിരുന്നു. അതേസമയം ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമരവും പ്രതിഷേധവും പ്രാർത്ഥനാ യജ്ഞങ്ങളും അവസാനിപ്പിക്കില്ലെന്ന് BJP നേതാക്കൾ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സൂചന തന്നെയാണ് PS ശ്രീധരൻപിള്ള രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞതും. ഏതായാലും അടുത്ത ഘട്ട സമരമായി അവർ ഉദ്ദേശിക്കുന്നത് അടുത്ത മാസം 1-ന് ശബരിമല നട തുറക്കും. അതിനകം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും വീണ്ടും ഉപവാസ സമരം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി മുന്നോട്ട് വരുമെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ഘട്ടങ്ങളിലായാണ് നേരത്തെ BJPയുടെ വിനോദ് തീർച്ചയായും വിനോദ് സൂചിപ്പിക്കുന്നത് പോലെ 5 ജില്ലകളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരുടെ സംഗമമാണ് പ്രധാനമായിട്ടും ഈ സംഘാടകർ ശബരിമല കർമ്മസമിതി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ്, കാരണം ഈ വിനോദ് സൂചിപ്പിച്ചതുപോലെ വെള്ളയമ്പലത്തു നിന്നും ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വഴി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സമയം കൂടിയാണ്, അവധി ദിവസമാണെങ്കിൽ പോലും. യാത്രക്കാരെ ഇത് ബാധിക്കുന്നുണ്ടോ ഈ നാമജപ ഘോഷയാത്ര? തീർച്ചയായും മ്യൂസിയത്തിൽ നിന്നും PMGയിൽ നിന്നും 2 വിഭാഗമായാണ് യാത്രകൾ ആരംഭിച്ചത്. അതായത് വിവിധ ജില്ലകളിൽ നിന്നുള്ളവരെ 2 സ്ഥലത്തായി ഏകോപിപ്പിച്ച ശേഷം LMSന് മുന്നിൽ നിന്ന് ഒരുമിച്ച് ചേർന്ന് ഈ ജാഥയായി പുറപ്പെടുകയാണ്. ഏതാണ്ട് 2 ലക്ഷത്തോളം പേരാണ് ജാഥയുടെ ഭാഗമായി ഉള്ളത്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ ഗതാഗതത്തിന്റെ പ്രശ്നം ഒരു വശത്തെ റോഡിലൂടെയാണ്. സാധാരണഗതിയിലൊക്കെ തിരുവനന്തപുരത്ത് വലിയ പ്രകടനങ്ങളോ ജാഥയോ ഘോഷയാത്രയോ നടക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെ ഒരു വശത്ത് റോഡിലൂടെയാണ്, മറുവശത്തുകൂടി ഗതാഗതം സാധ്യമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP ഇതൊരു ശക്തി പ്രകടനമായി തന്നെയാണ് കാണുന്നത്. കാരണം 5 ഘട്ടങ്ങളായി നടത്തിയ സമരം ആദ്യം NSSന്റെയും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പന്തളത്ത് നടന്ന നാമജപ പ്രാർത്ഥന, അതുതന്നെയാണ് ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ആദ്യം നടക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി. അതിനുശേഷമാണ് BJP വളരെ സജീവമായി ഈ പരിപാടിയിലേക്ക് എത്തുന്നത്. പിന്നീട് രഥയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. നിരോധനാജ്ഞ ലംഘനം നിലയ്ക്കലും പമ്പയിലുമായി നടന്നിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രതിഷേധ വിനോദ് തുടരുക. ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്തസംഗമത്തിന്റെ വിവരങ്ങളാണ് വിനോദ് നൽകുന്നത്. തിരുവനന്തപുരത്തു നിന്ന് തന്നെ പുത്തരിക്കണ്ടം മൈതാനത്തു നിന്നും ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. ഉമേഷ്, KP ശശികല സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദു ഐക്യവേദി നേതാവ് ആരൊക്കെയാണ് പ്രധാനമായും വേദിയിൽ ഉള്ളത്? ഈ പറയുന്നത് പോലെ 2 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് ഈ സംഗമത്തിന്? ലോകത്തിൽ തന്നെ
വലിയൊരു സദസ്സാണ് ഇപ്പോൾ അയ്യപ്പ കർമ്മസമിതിയുടെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉള്ളത്. പ്രധാനമായി പങ്കെടുക്കുന്നവർ അയ്യപ്പ കർമ്മസമിതിയുടെ നേതൃസ്ഥാനത്തുള്ളവർക്ക് പുറമെ വിവിധ ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ പങ്കെടുക്കുന്നുണ്ട്. ചിന്മയ മിഷൻ കേരളത്തിന്റെ മേധാവിയായ വിവേകാനന്ദ സ്വാമി, കൂടാതെ ഋഷിചാന സദയം കേരളത്തിന്റെ മേധാവി കൂടിയായ സ്വാമിനി ജ്ഞാനാഭിഷ്ട, കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള വിവിധ സന്യാസി ആശ്രമങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ, ശബരിമല കർമ്മസമിതി ദേശീയ അധ്യക്ഷൻ ജസ്റ്റിസ് എൻ കുമാർ, കർമ്മസമിതിയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ TP സെൻകുമാർ, കൂടാതെ നായർ സർവീസ് സൊസൈറ്റിയുടെ സംഗീത് കുമാർ, തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ് സംഗീത് കുമാർ. ഇത്തരത്തിൽ KPMSന്റെ ഏതായാലും ഉമേഷും അതോടൊപ്പം വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന അയ്യപ്പ ഭക്തസംഗമം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. 5 ജില്ലകളിൽ നിന്നും ഉള്ളവരാണ് പങ്കെടുക്കുന്നത്. സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനിയിൽ ആരംഭിച്ചിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുക്കുന്നത് വലതുപക്ഷ ഏകീകരണത്തിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. അമൃതാനന്ദമയി രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കാറില്ലായിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അവർ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കാണുന്നുണ്ടെന്നും എന്നിട്ട് അവരുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടോ എന്നും കോടിയേരി തിരുവനന്തപുരത്ത് ചോദിച്ചു. അമൃതാനന്ദമയി സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു മഹത് വ്യക്തിയല്ല. പക്ഷെ എന്തുകൊണ്ട് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു? എങ്ങനെ അവർ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു? അമൃതാനന്ദമയി മഠം രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു മഠമാണ്. അമൃതാനന്ദമയുടെ കൂടെ നിൽക്കുന്ന വിശ്വാസികളുടെ വിശ്വാസത്തെ പോലും അംഗീകരിക്കുന്ന വിധത്തിലുള്ളൊരു പരിപാടിയല്ല ഈ RSSന്റെ കർമ്മസമിതി പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുക്കുന്നത്. നൈഷ്ഠിക ആയതുകൊണ്ട് അയ്യപ്പനെ ദർശിക്കാൻ യുവതികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കർമ്മസമിതിയുടെ സമരം. ഈ സമരത്തിനാണ് അമൃതാനന്ദമയി പിന്തുണ കൊടുക്കുന്നത്. അമൃതാനന്ദമയി ആണെങ്കിലോ എല്ലാ പ്രായപരിധിയിലും പെട്ട യുവാക്കളും കാണുന്നുണ്ട്, സ്ത്രീകളും കാണുന്നുണ്ട്. അമൃതാനന്ദമയി ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അവരുടെ ബ്രഹ്മചര്യത്തിന് ഇങ്ങനെ ആളുകൾ കണ്ടതുകൊണ്ട് ഇത്രയും കാലം വല്ല കുഴപ്പവും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കർമ്മസമിതി ഉന്നയിക്കുന്ന ന്യായത്തിന് അമൃതാനന്ദമയി പിന്തുണ കൊടുക്കുന്നതിന് എന്താണ് യുക്തി? ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 49 ദിവസമായി BJP നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം വിജയമായിരുന്നുവെന്നാണ് BJPയുടെ അവകാശവാദം. പ്രശ്നം പരിഹാരമായില്ല എങ്കിൽ അടുത്ത മാസം ശബരിമല നട തുറക്കുന്നതോടെ ഉപവാസ സമരം തുടങ്ങാനാണ് തീരുമാനം. സമരം ഏശിയില്ല എന്ന് BJP തന്നെ സമ്മതിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ശബരിമല കേന്ദ്രീകരിച്ച് BJP നടത്തിയ നിരാഹാര സമരമാണ് ഡിസംബർ 3 സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയത്. AN രാധാകൃഷ്ണൻ, CK പത്മനാഭൻ തുടങ്ങിയ നേതാക്കൾ നിരാഹാരമിരുന്ന സമരം PK കൃഷ്ണദാസിലൂടെയാണ് അവസാനിച്ചത്. ശ്രീ ഗോപിനാഥൻ നായരും ശ്രീ K അയ്യപ്പൻപിള്ള സാറും ശ്രീ PK കൃഷ്ണദാസിക്ക് നാരങ്ങനീര് നൽകിക്കൊണ്ട് ഈ നിരാഹാര സമരം കൂടെ അവസാനിക്കുകയാണ്. ആദ്യം വലിയ പങ്കാളിത്തമുണ്ടായെങ്കിലും പിന്നീട് സമരപ്പന്തലിൽ പ്രവർത്തകരില്ലാതായത് സമരം പരാജയമായെന്ന വിമർശനങ്ങൾക്ക് വഴിവെച്ചു. പാർട്ടിയിലെ ഭിന്നതകൾ സമരത്തെ ബാധിച്ചുവെന്നും വിമർശനമുണ്ടായി. എങ്കിലും സമരം വിജയമാണെന്നാണ് നേതാക്കളുടെ അവകാശവാദം. നിരാഹാരം അവസാനിപ്പിച്ചെങ്കിലും സമരം തുടരുമെന്ന് നേതാക്കൾ. വിശ്വാസമർപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ആരോടും പരിഭവമില്ല, ആരോടും വിദ്വേഷമില്ല, ആരെയും വിമർശിക്കുന്നില്ല. സമരം ഏശിയില്ലെന്ന് നടത്തിയവർ തന്നെ സമ്മതിക്കുന്നുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഈ നടന്ന പ്രവർത്തനങ്ങൾ ഏശിയില്ല എന്നുള്ളത് ആ സമര നേതൃത്വം വഹിച്ചവർ തന്നെ സമ്മതിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശബരിമല വിഷയം സജീവമായി നിർത്താനാകും BJP ശ്രമിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശബരിമല നട അടച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം അറിയിച്ചു. ദർശനം നടത്തിയ 51 സ്ത്രീകളുടെ പട്ടിക സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സർക്കാർ തിരിച്ചടി ചോദിച്ചു വാങ്ങിയതാണ് എന്നായിരുന്നു കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മയുടെ പ്രതികരണം. ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ മണ്ഡല മകരവിളക്ക് കാലത്തിനാണ് സമാപനമായത്. അവസാന ദിവസം പന്തളം രാജപ്രതിനിധികൾക്ക് മാത്രമായിരുന്നു ദർശന സൗകര്യം.
കൊട്ടാരം പ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം മേൽശാന്തി നടയടച്ച് താക്കോൽ കൈമാറി. ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുമായി ഏത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മ ചടങ്ങുകൾക്ക് ശേഷം പറഞ്ഞു. ശബരിമലയിൽ ദർശനം നടത്തിയെന്ന പേരിൽ 51 യുവതികളുടെ ലിസ്റ്റ് സമർപ്പിച്ച സർക്കാർ കോടതിയിൽ നിന്നുള്ള അടി ചോദിച്ചു വാങ്ങുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരിക്കലും ഒരു ഗവൺമെന്റ് ചെയ്യാൻ പാടില്ല. ഇത് എന്തിനു വേണ്ടിയാണ് ആർക്കെന്താ ഗുണം? ലിസ്റ്റ് വെറും ഒരു ബോഗസാക്കി ഉണ്ടായ സാധനമല്ലേ, അത് ആവശ്യമില്ലാതെ അടിമേടിക്കുകയായിരുന്നു. നവംബർ 15 നട തുറന്നതു മുതൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സംഘർഷഭരിതമായിരുന്നു മണ്ഡല മകരവിളക്ക് സീസൺ. BJP നേതാവ് കെ സുരേന്ദ്രനും ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയും ആദ്യം അറസ്റ്റിലായി. നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും സഭയ്ക്ക് പുറത്ത് BJPയുടെ നിരാഹാരവും തുടങ്ങി. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെ തടഞ്ഞത് വിവാദമായി. നാമജപ പ്രതിഷേധങ്ങൾക്കിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മരീതി സംഘത്തിന് തിരിച്ചോടേണ്ടി വന്നു. ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ ജ്യോതിയും സർക്കാരിന്റെ വനിതാ മതിലും ഇതിനിടെ കേരളം കണ്ടു. വനിതാ മതിലിന്റെ പിറ്റേന്ന് പുലർച്ചെയാണ് കനകദുർഗയും ബിന്ദുവും ദർശനം നടത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള രേഷ്മ നിശാന്തും ഷാനിലയും 2 തവണ എത്തിയെങ്കിലും മല കയറാനായില്ല. ദർശനം നടത്തിയ യുവതികളെന്ന പേരിൽ സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച ലിസ്റ്റിൽ പുരുഷന്മാരടക്കം കയറിക്കൂടിയത് സർക്കാരിന് തലവേദനയായി. ഈ മണ്ഡലകാലം ഇവിടെ പൂർണ്ണമാകുന്നു. ജനമനസ്സ് ശബരിമല വിഷയത്തിൽ ഏത് മുന്നണിക്കൊപ്പമാണെന്നറിയാൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ നിധിനൊപ്പം R കിരൺ ബാബു, ന്യൂസ് 18. ശബരിമല യുവതി പ്രവേശന വിലയ്ക്ക് 1991 ഹൈക്കോടതി വിധിയെയും ജഡ്ജിയെയും വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിധി ബോധപൂർവം ആയിരുന്നുവെന്നും നിയമപരം അല്ലായിരുന്നുവെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ശബരിമല പ്രക്ഷോഭത്തിലേക്ക് തുടക്കമിട്ട NSSനെ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പരോക്ഷമായി വിമർശിച്ചു. ശബരിമലയിലെ സുപ്രീംകോടതി വിധി സ്ത്രീ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ ശേഷമാണ് യുവതീ പ്രവേശനം വിലക്കിയ 1991 ഹൈക്കോടതി വിധിയെ മുഖ്യമന്ത്രി വിമർശിച്ചത്. 91 വരെ ശബരിമലയിൽ സ്ത്രീകൾ കയറിയിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധി ബോധപൂർവമുള്ളതായിരുന്നു. വിധി നിയമപരമല്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 91 ഒരു ജഡ്ജിയുടെ ഉത്തരവ് വരുന്നു. ആ ജഡ്ജി ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബോധപൂർവമാണ്. അത് നിയമവിരുദ്ധാണെന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞല്ലോ. 91 ശേഷം വന്ന കാര്യം എങ്ങനെ ആചാരമാകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ശബരിമലയിൽ പ്രക്ഷോഭം തുടങ്ങിയത് ജാതി മേധാവിത്വമുള്ളവരാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഫ്യൂഡൽ മേധാവിത്വ ശക്തികൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധിക്കുന്നുവെന്നും NSSനെയും പന്തളം കൊട്ടാരത്തെയും പരോക്ഷമായി ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. ഫ്യൂഡൽ ചിന്തയും അന്നത്തെ നാടുവാഴിത്തത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒട്ടേറെ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ബോധപൂർവം തന്നെ പിന്തുടരുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കോലീബി സഖ്യം ഉണ്ടായതുപോലെ ഇപ്പോൾ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞാണ് ഇടതുപക്ഷ വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജാതിമത ശക്തികളെ ഏകോപിപ്പിക്കാനും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഇടതുപക്ഷ വിരുദ്ധ സഖ്യം രൂപപ്പെടുത്താനും ശക്തമായ നീക്കം നടത്തുകയാണ്. EMS അക്കാദമി യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ന്യൂസ് 18 തിരുവനന്തപുരം. സിനഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഇടയലേഖനം കത്തിച്ച് എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികളുടെ പ്രതിഷേധം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ വിലക്ക് തീർത്ത സിനഡ് സർക്കുലർ പിൻവലിക്കണമെന്ന് സഭാ നവീകരണ പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. സഭാ നിർദ്ദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളാണ് സിനഡ് സർക്കുലറിൽ ഉണ്ടായിരുന്നത്. പൊതുസമരങ്ങളിൽ വൈദികരും സന്യസ്തരും പങ്കെടുക്കരുത്. അഭിമുഖങ്ങളിലും ചാനൽ ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ സഭയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം തുടങ്ങിയ സിനഡ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾക്കെതിരായാണ് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തിയത്. എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിർദ്ദേശങ്ങളടങ്ങിയ ഇടയലേഖനം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ഇടയലേഖനം കത്തിക്കുന്നതിനെതിരെ മറുവിഭാഗവും രംഗത്ത് വന്നു. സഭാ നിർദ്ദേശങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും
അച്ചടക്ക നടപടികൾ സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി പ്രതിരോധിക്കാനുള്ള സമീപകാല പ്രവണതകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. നിർദ്ദേശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ തീർക്കുന്ന വിലക്കാണെന്ന് കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം പറയുന്നു. ചർച്ച് ആക്ഷൻ കൌൺസിൽ, ജോയിന്റ് ക്രിസ്ത്യൻ കൌൺസിൽ തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ഇനിയൊരു കന്യാസ്ത്രീയോ അച്ഛനോ അതിനുള്ള തന്റെ ഇടം കാണിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ സർക്കുലാറുമായി ഇവർ നിലവിൽ ഇവിടെ വന്നിരിക്കുന്നത്. അത്തരം ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സർക്കുലാർ ഇന്നിവിടെ കത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പ്രതികരിക്കുന്ന അച്ഛന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങൾ സംഘടനക്കാർ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇടയലേഖനം ഇന്ന് കുർബാന മധ്യേ സിറോ മലബാർ സഭകൾക്ക് കീഴിലുള്ള പള്ളികളിൽ വായിച്ചു. ന്യൂസ് 18 കൊച്ചി. തർക്കം നിലനിൽക്കുന്ന തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലെ റോഡിൽ കുർബാന അർപ്പിച്ച് യാക്കോബായ വിഭാഗം. പ്രാർത്ഥനയ്ക്ക് പള്ളി തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യാക്കോബായ വിഭാഗം റോഡിൽ കുർബാന അർപ്പിച്ചത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പ്രാർത്ഥന. വീണ്ടും പ്ലാച്ചിമട. പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ പുതിയ സംരംഭം തുടങ്ങാൻ ഒരുങ്ങി കൊക്കക്കോള. നിലവിലുള്ള പ്ലാന്റ് സർക്കാർ അടച്ചുപൂട്ടി വർഷങ്ങൾ ആയെങ്കിലും പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം തുടങ്ങാനുള്ള നീക്കമാണ് കമ്പനി നടത്തുന്നത്. പ്ലാച്ചിമടയിലെ പുതിയ പദ്ധതിയെക്കുറിച്ച് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വീണ്ടും ജലചൂഷണത്തിനാണ് കമ്പനി നീക്കം നടത്തുന്നതെങ്കിൽ അനുവദിക്കില്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു. 2004 അടച്ചുപൂട്ടിയ പ്ലാച്ചിമടയിലെ കൊക്കോകോള പ്ലാന്റും സ്ഥലവും കഴിഞ്ഞ 15 വർഷമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു. പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 34 ഏക്കർ വരുന്ന ഫാക്ടറി പ്രദേശം അധികൃതർ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. മുൻപ് പഴച്ചാർ സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ നീക്കമുണ്ടായിരുന്നുവെങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കമ്പനി പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ വീണ്ടും പുതിയ സംരംഭം തുടങ്ങാനുള്ള നീക്കത്തിലാണ് കമ്പനി. ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. അതിന്റെ ഭാഗമായാണ് ഭൂമി നിരപ്പാക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ അനുമതിക്കായി കമ്പനി സമീപിച്ചിട്ടില്ലെന്ന് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. വീണ്ടും ജലചൂഷണത്തിനാണ് നീക്കമെങ്കിൽ തടയുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും വ്യക്തമാക്കി. ഇത് അവിടെ ഒരു പുതിയ പദ്ധതിക്കുള്ള നീക്കമാണ് നടക്കാൻ കഴിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങളോ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയും മറിച്ച് കൊക്കക്കോളയെ പോലെ ജലചൂഷണം നടത്തി ഈ പ്രദേശമാകെ മലിനീകരിക്കുന്ന ഒരു പദ്ധതിക്കാണ് പുതുതായി നീക്കം നടത്തുന്നത് എങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് തുടർ ദിവസങ്ങളിൽ നേതൃത്വം നൽകാൻ ഞങ്ങൾ നിർബന്ധിതരാകും. പ്ലാച്ചിമടയിൽ കൊക്കോകോള ഉൽപാദനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിലവിലെ സ്ഥലത്ത് നിരവധി പദ്ധതികൾ പ്ലാച്ചിമടയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പ്ലാച്ചിമടയിൽ കമ്പനി നടത്തുന്ന പുതിയ നീക്കത്തെ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. ന്യൂസ് 18 പാലക്കാട്.